പ്രിയപ്പെട്ടവരെ, ഈ നിത്യജീവിതത്തിലെ ഈ അനാചാരവും ആചാരങ്ങളും ഈ അന്ധവിശ്വാസങ്ങളും എന്നുള്ള ഈ പട്ടികയിൽ ഇനി നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ സഞ്ചാനം എന്ന മരണാന്തരം ഉണ്ടാകുന്ന ഒരു വളരെ ഈ സ്വീകാര്യപരമായ സമൂഹത്തിൽ സ്വീകാര്യമായ ഒരു ആചാരമാണ് സഞ്ചാനം എന്ന് പറയുന്നത്. അതോട് ബന്ധപ്പെട്ട് ഈ ഉണ്ടാവുന്നതാണ് ഈ കരിനാൾ എന്നുള്ള സാധനം. ഇപ്പോൾ നമ്മളെ നാട്ടിൽ നടക്കുന്ന സംഭവമാണ് പുലക്കുളി എന്നൊക്കെ പറയുന്ന സാധനമാണ്. ഇത് നമ്മൾ സൂക്ഷ്മ നിരീക്ഷിക്കുകയാണെങ്കിൽ ഈ സഞ്ചാരത്തിൻ്റെ ഓരോ കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ശുദ്ധ അന്ധവിശ്വാസങ്ങളാണ് കാണുന്നതെല്ലാം. പക്ഷേ ഭയങ്കര ജനപ്രതിയായ ഒരു ആചാരമാണ്. ഈ രാഷ്ട്രീയക്കാരെല്ലാം പങ്കെടുക്കുന്നുണ്ട്, ബന്ധുക്കൾ മാത്രമല്ല, ആ സമൂഹത്തിലെല്ലാ ആൾക്കാരും പങ്കെടുക്കുന്നുണ്ട്. ഈ മരണാന്തരം ഈ ചടങ്ങ് എങ്ങനെയാണ് ഇത് ഉണ്ടായി വന്നത്? ഇതെനിക്ക് തോന്നുന്നത് ഒരു സമുദായങ്ങളിൽ മാത്രമുള്ളതാണോ? ഈ ഹൈന്ദവരുടെ മാത്രം ഒരു ആചാരമായിട്ടാണ് ഇത് കാണുന്നത്. ഇതെങ്ങനെയാണ് വന്നത്? ഇതെല്ലാം ഇന്നും നിലനിൽക്കുന്ന ഒരു ആചാരമാണ്. അല്ല, അത് അതിൻ്റെ ഒരു രസം എന്ന് പറഞ്ഞാൽ ഈ ഭൂമി ശുദ്ധമാക്കുക എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലുള്ളൊരു സങ്കല്പം. അതായത് അസ്ഥികൂടങ്ങൾ മണ്ണിൽ കിടന്നാൽ, കൃഷിഭൂമിയിൽ കിടന്നാൽ അത് മണ്ണിൻ്റെ പവിത്രത നഷ്ടപ്പെടുമെന്നോ അല്ലെങ്കിൽ അവിടെ കൃഷി ചെയ്തുണ്ടാക്കുന്ന വിഭവങ്ങൾക്ക് ഇത് വരുമെന്നൊക്കെ ഉള്ളൊരു മൂഢമായൊരു സങ്കല്പം ഉണ്ടായിരുന്നു. ഒരു ഉദാഹരണമാണ്, നമ്മൾ മരിച്ച് അടക്കിയ സ്ഥലത്ത് ഒരു തെങ്ങ് വയ്ക്കും. ഈ തെങ്ങ് വയ്ക്കുന്നത് അതൊരു അടയാളമാണ്. അവിടുത്തെ മണ്ണ് കൃഷിയില്ല, ഒന്നും നടുവില്ല. ഈ തെങ്ങ് മാത്രം. ഈ തെങ്ങിൽ കായ്ക്കുന്ന തേങ്ങ മന്ത്രവാദത്തിന് മാത്രമേ എടുക്കുള്ളൂ, ഭക്ഷിക്കാൻ എടുക്കില്ല, കറി വയ്ക്കാനോ വേറെ ഒന്നിനും എടുക്കില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഒരു വിശ്വാസം. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നാണ് ഈ അസ്ഥി അവിടെ നിന്ന് മാറ്റുക എന്നുള്ള കാര്യം. ആ മണ്ണിൽ ഉണ്ടാകുന്നതൊന്നും പിന്നെ കഴിച്ചുകൂടാ. അതുകൊണ്ട് ഈ അസ്ഥി എന്ത് വേണം? പിന്നെ നമ്മൾ ഉപയോഗിക്കാത്ത മണ്ണിലേക്ക് പോകണം. ഉപയോഗിക്കാത്ത മണ്ണില്ല. പിന്നെ ഉള്ളത് എവിടെയാണ്? വെള്ളമാണ്. ഒഴുക്ക് വെള്ളത്തിൽ ഒഴുക്കണം. അപ്പൊ ഒഴുക്ക് വെള്ളത്തിൽ ഒഴുക്കി കഴിഞ്ഞാൽ ഇത് നേരെ കടലിൽ ചെല്ലും. കടലിൽ ചെന്ന് കഴിഞ്ഞാൽ കടല് പിന്നെ കിടക്കില്ല, കടല് പോലെ കടല് കിടക്കില്ല. അപ്പൊ അത് അവിടെ കിടന്നോളൂ എന്നുള്ള സങ്കല്പമാണ് ഇതിന്റെ പിന്നിലുള്ളത്. പക്ഷെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഇതിനെ ആചാരമാക്കി, അനുഷ്ഠാനമാക്കി, വിശ്വാസമാക്കി, അതിനെ ഇപ്പൊ അന്ധവിശ്വാസമാക്കി. ഒരു വലിയ തരത്തിലൊരു അന്ധവിശ്വാസം എന്ന് പറയുന്നത് ഇപ്പൊ ഇതിനെ കൊണ്ടുവന്നൊഴുകുന്ന കുളത്തില്, ഒഴുക്കില്ലാത്ത വെള്ളത്തില്, അവിടെയൊക്കെയാണ് ഈ അസ്ഥി കൊണ്ട് എങ്ങനെയെങ്കിലും കളഞ്ഞ് ആ ചടങ്ങ് നടന്ന് വീട്ടിൽ വന്ന് പായസം കുടിക്കുക എന്ന് പറയുന്ന സമ്പ്രദായത്തിലേക്ക് ഇത് ചുരുങ്ങുകയാണ് പിൽക്കാലത്തുണ്ടായത്. പക്ഷേ അന്ധവിശ്വാസം എന്നുള്ളതിലേക്ക് അതിപ്പോഴും തുടർന്ന് വരുന്നു. ഈ അസ്ഥി പറക്കി വീണ്ടും കഴുകും. അതെ, അസ്ഥി കഴുകി ആദ്യം വെള്ളത്തിൽ കഴുകി, അത് കഴിഞ്ഞ് കരിക്കം വെള്ളത്തിൽ കഴുകി, നല്ലെണ്ണയിൽ കഴുകി, അങ്ങനെ പലതരം ശുദ്ധിയുണ്ട്. ശുദ്ധി ചെയ്തതെന്ന് പറഞ്ഞാൽ കടൽ അശുദ്ധമാകാതിരിക്കണം. അതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. ഈ ആത്മാവിനെ അല്ല, പിന്നീട് ആത്മാവിന്റെ കഥകൾ പിന്നെ കൂട്ടിച്ചേർക്കാം. അതായത് മരിച്ചുപോയ ആത്മാവിന് നിത്യശാന്തി ലഭിക്കാൻ, അതേപോലെ തന്നെ ആത്മാവിന് പുനർജന്മം ഉണ്ട് എന്നും അത് നല്ല ജന്മമായി വരാനും അങ്ങനെ ഒരു സങ്കല്പം കൂടിയാണ്. അപ്പൊ പുനർജന്മത്തിൽ നല്ല ജന്മം, നായായോ നരിയായോ ജനിക്കാതെ നല്ല ജന്മമായി ജനിക്കാനും നല്ല മനുഷ്യജന്മമായി വാക്കരിടുന്നത് അത് മറ്റൊരു സങ്കല്പമാണ്. അതായത് ഈ മരിച്ചയാള് പുനർജന്മം എടുക്കാൻ പിന്നും നാളുകൾ എടുക്കും. ആ സമയം അവർക്ക് ഭക്ഷണം വേണ്ടേ? ആ സമയത്തിന് അവർക്ക് ഭക്ഷണം വേണം, ബാക്കിയുള്ളതെല്ലാം വേണം. അതുകൊണ്ടാണ് പൂവും നീരും പിന്നെ ഇതുണ്ടല്ലോ, നമ്മുടെ വാക്കരിയും ഒക്കെ ഇടുക. ചില നാണയം വരെ ഇടാണ്ട്, വണ്ടിക്കൂലിക്കുള്ള നാണയം എന്നുള്ള നിലയ്ക്ക്, വള്ളക്കൂലി എന്നൊക്കെ അതിന് പറയണേ. അപ്പൊ അങ്ങനെ വരെ ഇടുന്ന ഒരു സമ്പ്രദായം വരുന്നത് ഇതാണ്. വാക്യരി എന്ന് പറഞ്ഞാൽ അവർക്ക് പുനർജന്മം വരെ ആത്മാവിന് ജീവിക്കണമെങ്കിൽ ഭക്ഷണം വേണം. എനിക്ക് ഇതിലായിരിക്കും ഈ കാറ്റഗറിയിലായിരിക്കണം ഈ നിവേദ്യം എന്ന സാധനം വരുന്നത്. ഈ നിവേദ്യം ഉണ്ടല്ലോ, ഈ ദൈവങ്ങൾക്ക് നിവേദ്യം എന്നുള്ള സാധനം. ദൈവങ്ങൾക്ക് നിവേദിക്കുക, ദൈവത്തിന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. അങ്ങനെയാണോ? ദൈവത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞതിന് ശേഷം അത് നമ്മൾ കഴിക്കുക എന്നുള്ളത്, നിവേദിക്കുക. അത് പിന്നെ ദൈവത്തിന് അമ്പലങ്ങളിലൊക്കെ കാണാം നിവേദ്യം എന്ന് പറയുന്ന സാധനം. അപ്പൊ ഇതിന്റെ മറ്റൊരു ഉദാഹരണമാണ് പണ്ട് കലത്തിലെടുക്കുന്ന ഒരു ഇടുവോർ, ചുടുവോർ, നാഴിയിൽ കവിപ്പോർ, പുറവൈൻ അടപ്പോർ, അങ്ങനെ 4 തരത്തിലാണ് ചവമടക്ക്. ഇടുവോർ ഇട്ടിട്ട് പോകുന്നവർ, ചുടുവോർ ചുട്ടുകളയുന്നവർ, പുറവൈൻ അടപ്പോർ എന്ന് പറയും കല്ലറ കൂട്ടി അടക്കുന്നവർ, താഴിയിൽ കവിപ്പോർ. താഴി എന്ന് പറഞ്ഞാൽ വലിയ മൺകുടാണ്, അതിനകത്ത് അടച്ചു വയ്ക്കുക എന്ന് പറഞ്ഞാൽ പുനർജന്മമാണ്. അത് നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ
അതെ അതെ. അപ്പൊ ഇതിന്റെ മറ്റൊരു രൂപമാണ് ശവപ്പെട്ടിയിൽ അടക്കുക, ഈ പറഞ്ഞതുപോലെ അസ്ഥിസഞ്ചയനം നടത്തുക എന്ന് പറയുന്നത്. പുനർജന്മം വരുമെന്നും ആ പുനർജന്മത്തിന് മുമ്പ് ആത്മാവിനെ ശുദ്ധി ചെയ്യണമെന്നും ആത്മാവിനെ ശുദ്ധി അതുവരെയുള്ള പുനർജന്മത്തിന്റെ ഇടക്കാലത്ത് ഇവർക്ക് ഭക്ഷണത്തിലുള്ള വിഭവങ്ങൾ കൊടുക്കണമെന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനപരമായ സങ്കല്പം. ഈ കരുനാൾ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. കരുനാളെന്ന് പറയുന്നത് അത് കരുനാൾ 2-3 തരത്തിലാണ് കൂട്ടുന്നത്. ചിലർ അവിട്ടം മുതലുള്ള 6 നാളുകൾ എന്ന് തമിഴ് സങ്കല്പവും, എന്നാൽ മലയാള സങ്കല്പത്തിൽ അതിന് ഈ കലണ്ടറിക്കലായിട്ടുള്ള, അതായത് ചാന്ദ്ര കലണ്ടർ വെച്ച് ജ്യോതിഷപരമായിട്ടൊക്കെ കണ്ടുപിടിക്കുന്നതാണ്. ഏതായാലും 6-7 നാളുകളിൽ മരിച്ചാൽ, കാർത്തിക തുടങ്ങിയ നക്ഷത്രങ്ങളിലൊക്കെ മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും പുനർമരണം ഉണ്ടാവുമെന്നാണ്. വീട്ടിൽ വീണ്ടും മരണം ഉണ്ടാകും. അതുണ്ടാകാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഈ നക്ഷത്രങ്ങൾ ജനിച്ച ദിവസത്തെ നക്ഷത്രം. ഇപ്പൊ കാർത്തിക നക്ഷത്രത്തിൽ മരിച്ചാൽ ഇത് ഉണ്ട് എന്നാണ്. അവിട്ടം നക്ഷത്രത്തിൽ മരിച്ചാൽ പിന്നെ വീണ്ടും മരണം ആ കുടുംബത്തിൽ ഉണ്ടാവും. അത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ എന്ത് വേണം? അതിനുള്ള കർമ്മങ്ങൾ ചെയ്യണം. കർമ്മങ്ങൾ 2 തരം. ഒന്ന് വൈദിക കർമ്മവും മറ്റൊന്ന് നാട്ടുകർമ്മവും. വൈദിക കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ബ്രാഹ്മണരാണ്. അതിനുവേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആളുകളുടെ പേരാണ് ഇളയത് എന്ന് പറയുന്ന വിഭാഗം. നമ്മള് തിരുവനന്തപുരത്ത് തിരുവല്ലത്തുള്ള പരശുരാമ ക്ഷേത്രത്തിൽ ഒരു കുടുംബം അവിടെ താമസമുണ്ട്, ഇളയത് എന്നാണ്. അതാണ് അവിടെ പോയി ചെന്ന് ബലിയിടുന്നതിന്റെ ഈ കർമ്മങ്ങൾ ചെയ്യുന്നതിന്റെ കാര്യം. അപ്പൊ അവിടെ ചെന്നാൽ കരുനാൾ നീക്കാം. ആ കരുനാൾ നീക്കുന്നതിന് കുറെ സാധനങ്ങളുടെ പട്ടിക തരും. ആ പട്ടിക സാധനങ്ങളൊക്കെ സംഘടിപ്പിച്ച് അവിടെ കൊടുക്കണം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ കിട്ടും. അത് കഴിഞ്ഞിട്ട് കുറെ മന്ത്രങ്ങളും തന്ത്രങ്ങളൊക്കെ പറയും, അരിയും നായും പൂവും ഒക്കെ വെച്ചിട്ട് സംഗതി അതിനെ അങ്ങ് കളയുകയാണ് അവിടുത്തെ പരിപാടി. ഇത് വൈദിക രീതി. ഇനി അല്ലാതെ ഒരു ദ്രാവിഡ രീതിയിലുള്ളതുണ്ട്. ഈ ദ്രാവിഡ രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന അവർണനാണ്, കണിയാനായിരിക്കും മിക്കവാറും. ഗണകൻ നമ്മൾ കണിയാനെന്നും പറയും. അവര് എന്ന് പറഞ്ഞാൽ കാഞ്ഞിരം പാവയിൽ ഡെഡ് ബോഡി എന്നുള്ള നിലയ്ക്ക് ഒരു കാഞ്ഞിരം പാവ കൊണ്ടുവരിക, കാഞ്ഞിരം തടിയിൽ ഒരു പാവ ഉണ്ടാക്കി അതൊക്കെ വാങ്ങാൻ കിട്ടും. പറയാം, അത് ഞാൻ പറയാം. അപ്പൊ ഈ കാഞ്ഞിരം പാവയിൽ ഇത് കൊണ്ടുവന്ന് ഈ കർമ്മങ്ങളൊക്കെ ചെയ്ത് വാക്കരിയിട്ട് ഒരു ഡെഡ് ബോഡിക്ക് ചെയ്യേണ്ടുന്ന എല്ലാ കർമ്മങ്ങളും ചെയ്തിട്ട് ഇതിനെ ദഹിപ്പിക്കുമ്പോൾ തീർന്നു എന്നാണ് ഇത്. അപ്പൊ അതിനു മുമ്പ് രക്തബന്ധത്തിൽപ്പെട്ട സർവ്വ ആളുകളെയും വിളിച്ചു നിർത്തി കർമ്മം ചെയ്യും. അങ്ങനെ ഒരു രീതിയുണ്ട്. ഇത് ഒരു രീതി. ഇത് വലിയ ദുഷ്കരമാണ്. അപ്പോൾ ഇതിന് ശേഷം ഇവരെ കർമ്മികളെയൊക്കെ കണ്ടുപിടിച്ചൊക്കെ ചെയ്യും. ഇതിന് ശേഷം അപ്പോൾ ഇതിൽ നിന്ന് വളരെ എളുപ്പത്തിൽ ഏതായാലും ഒരു മരണം നടക്കുമല്ലോ ഇത് കഴിഞ്ഞ്. ആ മരണം കോഴിയിലാവട്ടെ എന്ന് വെച്ചാൽ ഒരു കറുത്ത കോഴിയെ കൊണ്ടുവന്ന് പിന്നെ ചിതയിലിടുക. കോഴി അങ്ങ് മരിച്ചു. അപ്പോൾ മരണം അങ്ങ് തീർന്നു. ഇപ്പോൾ അതിനെ കുറച്ചുകൊണ്ടൊന്ന് പരിഷ്കരിച്ചു. ഇപ്പം ഈ കർമ്മം ചെയ്യുന്ന ആരാണ്? കർമ്മം ചെയ്യുന്നത് ബാർബറാണ്. ബാർബർക്കാണ് അതിന്റെ ചുമതല. അപ്പൊ ബാർബർക്ക് ഒരു കോഴിയെ മുഴുവൻ ചുട്ട് കളയുക എന്ന് പറയുന്നത് ഒരു കഷ്ടമാണ്. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്ന ആ കോഴിയുടെ ഒരു വിരൽ മുറിക്കും. മുറിച്ചിട്ട് ഒരു തുള്ളി രക്തം അതിലങ്ങ് ഒഴിക്കും. ഒഴിച്ചിട്ട് കോഴിയെ കൊണ്ട് വീട്ടിൽ പോകും. അപ്പൊ നോക്കണേ, ഒരു കർമ്മം എങ്ങനെയൊക്കെയാണ് ചുരുങ്ങി 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 നമ്മുടെ സൗകര്യത്തിൽ. ഇപ്പൊ അതുമല്ല. ഇപ്പൊ ലേറ്റസ്റ്റ് എന്ന് പറയുന്നത് കോഴി ഉണ്ടാകുന്നത് മുട്ടയിൽ നിന്നാണ്. അതുകൊണ്ട് മുട്ട ഹോമിച്ചാൽ ഇപ്പൊ മുട്ട കുറഞ്ഞു. ഇപ്പൊ കരുനാൾ നീക്കുന്നത് മുട്ട കൊണ്ട് ഇട്ടിട്ടാണ്. ഇപ്പൊ ആ രീതിയിൽ ആചാരം നിലവിലുണ്ട്. ആചാരവും ആ വിശ്വാസവും അങ്ങനെ തന്നെ വിശ്വാസവും നിലനിൽക്കുന്നു. ഇതാണ് ഈ കരുനാളിന്റെ പുലകുളി പല തലത്തിലാണ്. ശൂദ്ര വിഭാഗത്തിന് 16 ദിവസമാണ്. 16 കുളിച്ചാല് അതാണ് 16 അടിയന്തരം എന്നൊക്കെ നമ്മൾ ബ്രാഹ്മണന് 10 ദിവസം കുളിച്ചാൽ മതി. 10ന്റെ അന്ന് ബ്രാഹ്മണന് പോലെ തീരും. വൈശ്യന് 12 അല്ല പിന്നെ ക്ഷത്രിയന് 12 ജാതി അനുസരിച്ച് പുല കൂടിക്കൊണ്ടിരിക്കും. പിന്നെ അവർണനെ സംബന്ധിച്ചുള്ള ആയുഷ്കാലം പോലെയാണല്ലോ. പറയനും പോലെയും ആയുഷ്കാലം പോലെയാണ്. അതുകൊണ്ട് പിന്നെ അവൻ കുളിച്ചാലും കുളിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. ഇത് ഇങ്ങനെയാണ്. ശൂദ്രന് 16 ബ്രാഹ്മണന് 10. അതിൻ്റെ ഇടയ്ക്കുള്ളതാണ് ഈ ബാക്കി വൈശ്യനും ക്ഷത്രിയനൊക്കെ ഇതിൻ്റെ ഇടയ്ക്കുള്ള ജാതി തന്നെ. കൃത്യമായും ജാതി തന്നെ. അത് ഇന്നാരുടെ കർമ്മം ഇന്നാരെ ചെയ്യാവൂ എന്നൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഒരു അന്ധവിശ്വാസമുള്ളത് അതുകൊണ്ട് ഈ നമ്മുടെ ഒരു സമൂഹത്തിനെ അന്യം നിന്ന് പോയൊരു സമൂഹത്തിനെ പഠിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയത് മരണാനന്തര കർമ്മങ്ങളാണ്. മരണാനന്തര കർമ്മങ്ങൾ മാറാതെ നിലനിൽക്കുമെന്നാണ്. ഇപ്പോഴും
ഇപ്പോൾ അല്ല, ഈ സഞ്ചാരം എന്ന് പറഞ്ഞാൽ വളരെ പോപ്പുലാരിറ്റി ഉള്ള ആചാരം. ആചാരം. നമ്മുടെ അതെ, സമൂഹത്തിൽ വിവാഹം പോലെ. അതെ അതെ. അപ്പൊ പട്ടിണിക്കിട്ട് കൊന്നിട്ടാണ് വാക്കിരി ഇടുന്നത്. അതെ അതെ. അല്ല, അത് മാത്രമല്ല, ആചാരം തന്നെ കാണാൻ അസ്ഥികൾ എടുക്കുന്നു, കഴുകുന്നു, കൊടുക്കുന്നു. അതുകൊണ്ടുള്ള മലിനീകരണം. അതെ, ഒരു പ്രാകൃത ആചാരത്തെ അതെ അതെ, അതിനെ പവിത്രവൽക്കരിച്ചു. ഭയങ്കര ജനകീയമാക്കി. പിന്നെ അതുപോലെ ഇതേ ദിവസം ഈ 7 എന്നുള്ള ആചാരം ക്രിസ്ത്യാനിലുണ്ട്. അത് വേറെ രീതിയിലാണ്. അത് വേറെ രീതിയിലാണ്. 16, 7, 41 ഇതൊക്കെ അതെ ക്രിസ്ത്യാനികളിലും അവരുടെ ദൈവിക വിശ്വാസമായിട്ട് ബന്ധപ്പെടുത്തിയതിന് ചില മാറ്റങ്ങൾ വരുത്തി നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ആക്കി എന്നുള്ളത്. അപ്പൊ ആ രീതിയിൽ അതാണ് ഈ സഞ്ചാരത്തിലുള്ള സാധനം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയറായി. ഓക്കെ.